അതിക്രൂര ലൈംഗിക വേട്ടയാണ് നടന്നതെന്നാണ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇതിൽ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. ചൂരൽമല ഫണ്ട് പിരിവും MLA പീഡനത്തിന് മറയാക്കിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. നേരത്തെ റോഷിബ സൂചിപ്പിച്ചതുപോലെ തന്നെ സൺസ്ക്രീൻ മുതൽ ഫ്ളാറ്റ് വരെ ആവശ്യപ്പെട്ട അതിജീവിതയെ രാഹുൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു. ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഹരി, ഇതിൽ നമുക്ക് FIR നോക്കുമ്പോൾ, റിമാൻഡ് റിപ്പോർട്ട് നോക്കുമ്പോഴൊക്കെ കാണുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇതിൽ ചൂരൽമല ഫണ്ട് പിരിവ് അതേത് തരത്തിലാണ് പീഡനത്തിന് മറയാക്കിയത്? മാത്രമല്ല രണ്ടാമത്തെ അതിജീവിത പരാമർശിച്ച രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാന്റെ പേര് ഈ അതിജീവിതയും അവരുടെ പരാതിയിൽ പരാമർശിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അതിക്രൂരമായ ലൈംഗിക പീഡനം തന്നെയാണ് നടന്നത്. അതിനൊപ്പം തന്നെയാണ് സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി രാഹുൽ ശ്രമിച്ചത് എന്നുള്ളത് കൂടിയാണ് അന്വേഷണത്തിലുടനീളം കണ്ടെത്തിയത്. അതിജീവിതയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ കൂടി ഈ സാമ്പത്തിക ചൂഷണത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ 1,14,00,000 രൂപയുടെ ഫ്ളാറ്റ് വാങ്ങിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയ രാഹുൽ സൺസ്ക്രീനും ഷാമ്പുവും അടക്കം അതിജീവിതയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടിയാണ് ഈ സാമ്പത്തിക ചൂഷണം. അതായത് ഈ സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നത് അപ്പുറത്തേക്ക് പണം കൂടി വാങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു തവണ പണം വാങ്ങിയത് തനിക്ക് പുതിയ ചെരുപ്പ് വാങ്ങണം. താൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്, അങ്ങനെ താൻ പലരെയും കാണുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ തനിക്ക് നല്ലൊരു ചെരുപ്പ് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് 10,000 രൂപ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിഷു ദിവസം അയച്ചു കൊടുക്കുകയാണ്. മറ്റൊരു ദിവസം 5,000 രൂപ ഫെന്നി നൈനാൻ വഴിയാണ് വാങ്ങിക്കുന്നത്. ചൂരൽമലയിൽ യൂത്ത് കോൺഗ്രസ് ഒരു ഫണ്ട് കളക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു 5,000 രൂപ അതിലേക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഫെന്നി നൈനാൻ വഴി ഒരു 5,000 രൂപ അതിലേക്ക് വാങ്ങിപ്പിച്ചു. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വിചിത്രമായ കാര്യം, അതായത് രാഹുൽ മാങ്കൂട്ടം ഫെന്നി എന്ന് അതിജീവിതയോട് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ നട്ടം തിരിഞ്ഞ് നടക്കുകയാണ്, അത്രയ്ക്ക് മോശം അവസ്ഥയിലാണ് എന്ന് പറയിപ്പിച്ച് ആ അവസ്ഥ കണ്ട് ദയ തോന്നി 10,000 രൂപയാണ് ഫെന്നി നൈനാൻ വഴി രാഹുൽ മാങ്കൂട്ടത്തിന് അതിജീവിത നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ശ്രദ്ധിച്ച് കാണേണ്ടത്. മറ്റൊരിക്കൽ ഒരു 3 BHK ഫ്ളാറ്റ് വേണം, ഒരുമിച്ച് താമസിക്കാൻ ഒരു ഫ്ളാറ്റ് വേണമെന്ന് പറഞ്ഞാണ് 1,14,00,000 രൂപയുടെ ഫ്ളാറ്റ് വാങ്ങിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നത്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അതിജീവിതയ്ക്ക് ആ പണം നൽകാൻ തോന്നിയിട്ടില്ല. വിനീത, അതാണ് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ FIR-ലെയും റിമാൻഡ് റിപ്പോർട്ടിലെയും ഒക്കെ വിശദാംശങ്ങൾ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്.